നാട്ടില് ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറയും. അതായത് തമിഴ്നാട്ടിലെ തിരുവട്ടാർ എന്ന് പറഞ്ഞ ഒരു ദേശത്താണ് ഈ കൃഷ്ണൻകുട്ടി ജീവിച്ചിരുന്നത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല കൃത്യമായിട്ട് പഠിച്ച് സകലരോടും എന്താണ് തർക്കിക്കുന്ന, ആരെയും തന്റെ ജ്ഞാനം കൊണ്ട് കീഴടക്കുന്ന ഒരു മനുഷ്യന്. അദ്ദേഹം ഒരിക്കലുണ്ടല്ലോ ഈ കമ്മ്യൂണിസത്തോടുള്ള സ്നേഹം വർദ്ധിച്ചിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന പേന തന്റെ ഞരമ്പിലേക്ക് കുത്തി ഇറക്കിയിട്ട് ചോര പൊടിച്ചു വന്നു. ആ ചോരയിൽ മുക്കി ഇങ്ങനെ എഴുതി, ജീവിക്കുന്നെങ്കിൽ കമ്മ്യൂണിസത്തിന് വേണ്ടി, മരിക്കുന്നെങ്കിൽ അതും കമ്മ്യൂണിസത്തിന് വേണ്ടി. എന്നാൽ അവന് ഈ സുവിശേഷം കേൾക്കുന്ന ഭയങ്കര വെറുപ്പാണ്. യേശുക്രിസ്തുവിനെ പറ്റി കേൾക്കുന്നിടത്തോളം വെറുപ്പ് അവന് വേറെ ഒന്നുമില്ല. അങ്ങനെ ആയിരിക്കുമ്പോൾ അവന്റെ ഒരു സ്നേഹിതനുണ്ട്, പേര് രാമൻ. ആ രാമൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞവനാണ്, ദൈവകൃപയുള്ളവനാണ്. അവൻ യേശുക്രിസ്തുവിനെ പറ്റി ഈ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുന്ന യാദവനായിരിക്കുന്ന ഈ കൃഷ്ണൻകുട്ടിയോട് സംസാരിക്കും. കൃഷ്ണൻകുട്ടി ആരാണ് പ്രിയപ്പെട്ടത്? ജ്ഞാനം കൂടുമ്പോഴെന്താണ് ദൈവത്തെ നമ്മൾ ദുഷിക്കും. അവൻ ദൈവത്തെ ദുഷിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിനെ ദുഷിച്ചുകൊണ്ട്, നിരന്തരം കർത്താവിനെ പരിഹസിച്ചുകൊണ്ട് ജീവിച്ചുവെങ്കിലും ഒരിക്കല് ഈ രാമൻ കൊടുത്ത ഒരു ദൈവവചനം ബൈബിള് അവൻ വായിക്കുവാൻ തുടങ്ങി. അതിനകത്ത് ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവൻ വക്രിച്ച മുഖത്തോടുകൂടി വായിച്ച്, പരിഹാസത്തോട് വായിച്ചു. എന്നാൽ കേട്ടുകൊള്ളണം, 4-ാം പുസ്തകമായിരിക്കുന്ന യോഹന്നാന്റെ പുസ്തകം അവൻ വിടർത്തി വായിക്കാൻ തുടങ്ങി. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഓ, കൃഷ്ണൻകുട്ടി പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റം വരുന്നു, എന്റെ ഉള്ളറകളിൽ എന്തൊക്കെയോ വെളിച്ചം വീശുന്നു. ഓ, ഞാൻ എന്നെ തന്നെ താഴ്ത്തി എന്റെ മുഴങ്കാലും അടക്കിയിട്ട് ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവാണ് സത്യമെന്ന് അവൻ വിശ്വസിച്ചു. അന്ന് അവന്റെ കയ്യിൽ ഇരുന്ന പേന കൊണ്ട് അവന്റെ ശരീരത്തിലേക്ക് കുത്തി ഇറക്കിയിട്ട് ആ രക്തത്തിൽ മുക്കി അവൻ ഇങ്ങനെ എഴുതി: ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി. ലോകം മുഴുവനും യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച ആ മനുഷ്യന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പെയാണ് ഭൂമി വിട്ട് ദൈവസന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക് പറന്നു പോയത്. പ്രിയരെ, ഈ യേശുക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു.